ഹലോ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇവിടുത്തെ ഈസ്റ്ററിന് സ്പെഷ്യലായിട്ട് ആട്ടിറച്ചിയാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആട്ടിറച്ചിയും പൊട്ടാറ്റവും ഗ്രില്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ആദ്യമേ തന്നെ അത് മാഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ആട്ടിറച്ചിയും അതിൽ കുറച്ച് ഉപ്പും റോസ്മേരിയും വൈറ്റ് വൈനും ഒലിവ് ഓയിലും കഴിച്ച് നമ്മൾ കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം മിക്സ് ചെയ്യുന്ന നേരം കൊണ്ട് അവിടെ ഇരുന്ന് റെഡി ആവുന്ന നേരം കൊണ്ട് നമുക്ക് പൊട്ടാറ്റോ ഒന്ന് നുറുക്കി റെഡിയാക്കി വെക്കാം. അതിനുശേഷം കുറച്ച് ഒലിവ് ഓയിൽ, വൈറ്റ് വൈന്, ഇനി നമ്മുടെ വീട്ടിലുണ്ടായ റോസ്മേരിയാണിത്, ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാണ്, അപ്പം നമ്മൾ ഇറച്ചരി ഉടയാതെ പതുക്കിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ സ്ക്വയർ പീസിൽ അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ഇറച്ചി ഓവനിലേക്ക് വെക്കാനായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇറച്ചി റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഓവനിലേക്ക് വെക്കാം. അപ്പം നമ്മുടെ ഗ്രില്ല് ചെയ്യാൻ വെച്ച ഇറച്ചി റെഡി ആയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇറച്ചി നന്നായിട്ട് വെന്ത് ഒരു ഭംഗിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രങ്ങളിലേക്ക് നല്ല രീതിയിൽ സെർവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഭംഗി വരുന്നത്. അപ്പം നമ്മുടെ പൊട്ടാറ്റോ ഗ്രില്ല് ചെയ്തത് റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആട്ടിറച്ചിയും പൊട്ടാറ്റയും ഗ്രില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ഈസ്റ്റർ വിഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.